കച്ചവടം വേണോ? കച്ചവടം. ശരിക്കും ഒന്ന് തൂക്കണം. നിങ്ങളുടെ ത്രാസൊക്കെ കള്ളത്രാസാന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. എന്റെ അമ്മച്ചിയെ, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് വരാൻ പറയേ. ഞാൻ തൂക്കുന്നത് ശരിയാണോന്ന് അവരോടൊന്ന് നോക്കാൻ പറയേ. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എന്തിനാ വരുന്നേ? ഭീം സിംഗ് മാർക്കറ്റിൽ പോയിരിക്കുക, മുത്തശ്ശനും ശിവയും പുറത്തു പോയിരിക്കുക. ഈ വീട്ടിലുള്ള പണികൾ മുഴുവൻ ഞാൻ തന്നെയാ ചെയ്യുന്നേ. രൂപയുണ്ട്. എല്ലാം കൃത്യമായിട്ട് തൂക്കിയിട്ടാ പണം തരുന്നത്. അല്ല, ഇത് മുത്തശ്ശിയുടെ ശബ്ദമാണല്ലോ. ശിവ, നമുക്ക് പോയി നോക്കാം എന്താ പറ്റിയതെന്ന്. വേഗം വാ. എന്ത് പറ്റി മുത്തശ്ശി? ഒരു പേപ്പർ കച്ചവടക്കാരൻ വന്നു. ഞാൻ അയാൾക്ക് പേപ്പറൊക്കെ എല്ലാം എടുത്തു കൊടുത്തു. എങ്ങനെയാ കള്ളനകത്ത് കയറി മോഷ്ടിച്ചെന്ന് ഒന്നും അറിയില്ല മോനെ. ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു. മുത്തശ്ശി, ഇത് വേറെ ആരും ആയിരിക്കില്ല. ആ പേപ്പർ വിൽക്കാൻ വന്നവന്റെ കൂട്ടാളികളായിരിക്കും. ഒരുത്തൻ മുൻവശത്ത് വിളിച്ച് മുത്തശ്ശിയെ ബിസിയാക്കിയപ്പോ പുറകെ വന്ന് ഒരുത്തൻ മോഷ്ടിച്ചു. ഇപ്പൊ തന്നെ ഞാൻ അവനെ കണ്ടുപിടിക്കാം. തീർച്ചയായിട്ടും ഇവന്മാരായിരിക്കും എന്റെ വീട്ടിൽ വന്ന് മോഷ്ടിച്ചോണ്ട് പോയത്. അങ്കിൾ, ഒന്ന് നിർത്തുവോ? എന്ത് പറ്റി? നിനക്ക് വല്ല പേപ്പറും വിൽക്കാനുണ്ടോ? പേപ്പർ മേടിക്കാൻ വന്നതാന്ന് പറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ മോഷ്ടിച്ചോണ്ട് പോയില്ലേ? അത് മൊത്തം ഇങ്ങ് തിരിച്ചു തന്നേക്ക്. അങ്കിൾ, വെറുതെ ഏറ്റുമുട്ടാൻ നിക്കണ്ട. കാരണം എന്റെ സൈക്കിളിന് മുമ്പ് നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. മര്യാദയ്ക്ക് മുമ്പിൽ നിന്ന് മാറുകുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പറയൂ ശിവ. സിംഗ് സർ, നഗരത്തില് പേപ്പർ വിൽക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു. എന്ത്? എന്ത്? ഓഹോ, പേപ്പർ കച്ചവടക്കാരൻ മോഷ്ടിച്ചോ? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെടില്ല. കള്ളന്മാർക്ക് എന്നെ പറ്റിക്കാനാവില്ല. ഓക്കേ, തനിക്കൊരു കാര്യം അറിയോ? നിങ്ങളെ പോലുള്ള ആൾക്കാരെ പേര് നശിപ്പിക്കാൻ കുറെ ഇറങ്ങിയിട്ടുണ്ട്. പാവം നിങ്ങളാണെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് പണം ഉണ്ടാക്കുന്നത്. കുറെ കള്ളന്മാര് പേപ്പർ കച്ചവടാന്ന് പറഞ്ഞ് നാട് മുഴുവനും നടന്ന് മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുക. ഈ ലോകത്തിന്റെ അവസ്ഥ എങ്ങനെയായി പോയല്ലോ. ഓഹോ, കലിയുഗം എന്നല്ലാണ്ട് എന്താ പറയാ. സാറിന്റെ പൈസ പിടിച്ചാട്ടെ. പിന്നെ സാറേ, 500 രൂപയാ കണക്ക്. സാറ് പിന്നെ എനിക്ക് 200 രൂപ ബാലൻസ് ഇങ്ങോട്ട് തരണം. പക്ഷെ അതിനിപ്പോ നിങ്ങൾക്ക് തരാൻ എന്റെ അടുത്ത് ചേഞ്ച് ഇല്ലല്ലോ. ഓക്കെ സാർ, എന്നാ ബാലൻസ് വെച്ചോളൂ. ചേഞ്ച് വേണ്ടെന്നോ? ഇയാൾ എന്ത് നല്ലൊരു മനുഷ്യനാ. കൊള്ള 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 കൊള്ള. കിട്ടിയത് ലാഭം. ആ
അവൻ നല്ല മനുഷ്യനെ അല്ല. 500 രൂപ തന്ന് വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തം അടിച്ചു മാറ്റി. എനിക്കവനെ കയ്യിൽ കിട്ടിയ ചമ്മന്തിയാക്കും. ഞാനവനെ വെറുതെ വിടില്ല. ശിവ, നീ പറഞ്ഞ പേപ്പർ കച്ചവടക്കാരൻ എന്നെയും പറ്റിച്ചു. ലഡു സിംഗ് സർ, നിങ്ങൾ വേഗം അവന്മാരുടെ പുറകെ പൊക്കോളൂ. ഞാൻ ഉടനെ എത്താം. ഒന്ന് വേഗം ചവിട്ടി വിടണ്ട ഇഷ്ടാ. ആ കോന്തൻ ഇൻസ്പെക്ടർ ഓടി വരണുണ്ട് പുറകെ. ദേ വരുന്നു. ആ ഇൻസ്പെക്ടർ നമ്മുടെ പുറകെ ഒന്നും ഓടി വരാൻ പറ്റില്ല മാഷേ. കള്ളൻ കള്ളൻ, എന്റെ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചോണ്ട് പോകുന്നേ. കള്ളൻ. എന്റെ സ്കൂട്ടർ. ഞാൻ പറഞ്ഞതുപോലെ ആ കാശ് അവിടെ കൊടുത്തേര്. സൈക്കിൾ താണോ അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാൻ സൈക്കിൾ തന്നിട്ട് പോ. എന്റെ മാഷേ, ഇതേ ഒരുപാടെണ്ണം വരുന്നുണ്ട്. ആകെ പ്രശ്നമായി തോന്നുന്നു. എന്താ വഴി ഇപ്പൊ? എങ്ങോട്ടായി പോണ? അവിടെ നിന്നേ. എന്നെങ്ങനെ തല്ലല്ലേ. ഇതിനാണ് പറയുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന്. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടോ. ഇനി അവന്മാര് തമ്മിൽ തല്ലി ഒരു പരുവമാവും. ഒന്ന് നിർത്താനല്ലേ പറഞ്ഞ്. ഒന്ന് മതിയാക്ക്. ഞാൻ ലഡ്ഡു സിംഗ് ആണ്. ലഡ്ഡു, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. അറിയോ? ലഡു സിംഗ് സർ, ഈ പേപ്പർ കച്ചവട ഗാംഗിനെ പിടിക്കേണ്ടത് അത്യാവശ്യ. നഗരത്തിൽ മുഴുവനും നിങ്ങൾ അലർട്ട് ചെയ്യണം. അതായത് പേപ്പർ കച്ചവടക്കാരെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആരും അവരവരുടെ വീട്ടിലുള്ള പേപ്പറുകൾ വിൽക്കരുതെന്നും പറയണം. അതായത് നിങ്ങൾ ഈ കാര്യം ടിവിയിൽ പറഞ്ഞാൽ ജനങ്ങൾ എല്ലാവരും അലർട്ട് ആവും. ശരി ശിവ. ഓക്കെ ശിവ, ഞാൻ ഇപ്പൊ തന്നെ ടിവിയിൽ അനൗൺസ് ചെയ്തോളാം. മതിയോ? പേപ്പർ കച്ചവടക്കാരെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. പേപ്പർ കച്ചവടം എന്ന് പറഞ്ഞ് നഗരത്തിൽ കുറച്ച് കൊള്ളക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും ശ്രദ്ധിച്ചിരുന്നോളാം. പേപ്പർ കച്ചവടക്കാരൻ വീട്ടുമുന്നിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോ ഇവരിൽ ഒരുത്തൻ വീടിന്റെ പുറകെ കയറി എല്ലാം മോഷ്ടിക്കും. നാശം പിടിച്ച കള്ളന്മാര്. മര്യാദക്കൊന്നും യുവമാരെന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? ഇരിക്കട്ടെ, ഇനി എന്റെ കളി കളിച്ചേ പറ്റൂ. ചെന്ന് ജനങ്ങളോട് സ്നേഹത്തോടെ പേപ്പർ ചോദിക്കും. അനുസരിച്ചില്ലെങ്കിൽ പിന്നെ തോക്കെടുത്ത് കാണിക്കണം. എല്ലാം അടിച്ചു മാറ്റണം. എനിക്ക് ഈ വേദ നഗരത്തിലുള്ള ഓരോ വീടിന്റെയും അഗ്രിമെന്റ് പേപ്പർ കിട്ടിയിരിക്കണം. കാരണം ഈ വേദ നഗരം മുഴുവൻ എന്റേതാകണം. ബോസ്, കുറെ പേരൊക്കെ നമ്മുടെ വലയിലും തീർച്ചയായിട്ടും കുടുങ്ങിയേനെ. അതിനിടയ്ക്കാണ് ആ കുട്ടി പെട്ടെന്ന് വന്ന് കയറിയത്. ചിലപ്പോ ആ കുട്ടി തന്നെ ആയിരിക്കും ആ ഇൻസ്പെക്ടറിനോട് എല്ലാ കാര്യം തുറന്നു പറഞ്ഞത്. ചെന്ന് ആ കുട്ടിയെ പൊക്കിക്കൊണ്ടുവരൂ. ഈ ഷറാഫത്ത് സിംഗിനോട് ആരും അങ്ങനെ ഇപ്പൊ കളിക്കണ്ട. നാട്ടുകാരോട് ചെന്ന് അറിയിക്ക് ഈ ഷറാഫത്ത് ആളത്ര നല്ലവനല്ലെന്ന്. എന്നാ ശരി ഷറാഫത്ത് ബോസേ. ആ കുട്ടിയൊക്കെ അവിടെ ഇരിക്കണത്. ഏയ് കുട്ടി, ചായയിട്ട് ഇറങ്ങുക. രേവ, ഇതിൽ 2 പേരാണ് മെയിൻ കള്ളന്മാര്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ കൂട്ടാളികളാ. നിങ്ങൾ കളിച്ചോ, ഞാൻ അവരെ നോക്കിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞ, കേട്ടില്ല കുട്ടി? എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. വേഗം ചെന്ന് പിടിക്കാ കുട്ടിയെ. ലഡു സിംഗ് സാർ, വേഗം പാർക്കിലേക്ക് വന്നോളൂ.
നാണമില്ലല്ലോ നിങ്ങൾക്കൊക്കെ. ഈ ഇത്തിരി പോലും ഇല്ലാത്ത കുട്ടികളെ എത്രന്ന് വെച്ചാ തല്ലുന്നേ? ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റിപ്പോയി. എന്നാ ശരി, തോമസ് കുട്ടി വിട്ടോടാ. നാണം കെട്ടവന്മാര് പോയി വല്ല കുളത്തിലും ചാടി ചാവാൻ നോക്കടാ. ഒരു കുട്ടിയുടെ തല്ലുകൊണ്ടിരിക്കുന്നു. കുട്ടിയൊക്കെ തന്നെയാ, പക്ഷെ അത് നിങ്ങൾ വിചാരിക്കണ പോലെ കുട്ടിയല്ലേ. അവനൊരു സംഭവമല്ലേ, സംഭവം. മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഇനി ഞാൻ തന്നെ കളത്തിൽ ഇറങ്ങിക്കോളാം. നിങ്ങളെക്കാളും കുറച്ച് ബുദ്ധി കൂടുതലുള്ളത് എനിക്കാ. ഞാനൊക്കെ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ആക്രി കച്ചവടം ചെയ്ത് ജീവിക്കേണ്ടി വന്നേനെ. എനിക്ക് ഈ വേദാ നഗരത്തിലുള്ള എല്ലാ വീടിന്റെയും ഡോക്യുമെന്റ് വേണം. പക്ഷേ ഒരു കുട്ടിയാണല്ലോ ഇതിനൊക്കെ മുടക്കുണ്ടാക്കുന്നത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ലഡു സിംഗ് സർ, ഈ പേപ്പർ കച്ചവടക്കാര് അവരെ പ്ലാന് കൃത്യസമയത്ത് തന്നെ നിർവഹിക്കും. അവരെ ചെന്ന് നേരിട്ട് പിടിക്കാന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാ. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ ട്രാപ്പ് ചെയ്യണം. ഈ നഗരത്തിലുള്ള എല്ലാ പേപ്പർ കച്ചവടക്കാരെയും ഉടൻ തന്നെ റൈഡ് ചെയ്യണം. ശിവ, ഇവരെ കണ്ടോ? ഞാൻ ഈ നഗരത്തിലെ പേപ്പർ കച്ചവടക്കാരെ മുഴുവനും അരിച്ച് പെറുക്കി ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ലഡു സിംഗ് സർ, എല്ലാവരെയും നന്നായി പരിശോധിച്ച് കൃത്യമായ ആളെ കണ്ടുപിടിക്കണം. താനോ? എന്നെ സംശയിക്കല്ലേ എന്നെ സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിന് ഞാൻ എപ്പോഴാ പറഞ്ഞത് താൻ മോഷണം ചെയ്തിട്ടുണ്ടെന്ന്? ഞാൻ എല്ലാവരും ഒന്ന് പരിശോധിക്കായിരുന്നു. ലഡു സിംഗ് സർ, ഇവരിലാരും ആ പേപ്പർ കച്ചവടക്കാരന്റെ കൂട്ടുകാരായിട്ട് തോന്നുന്നില്ല. ഞങ്ങളെ എന്തിനാ പോലീസ് പിടിച്ചു കൊണ്ടുവന്നത്? അല്ല ലഡു സിംഗ് സർ, ഇവരൊക്കെ ആരാ? ശിവ, ഇവരും കുറെ പേപ്പർ കെട്ടുമായി പോകുന്നത് ഞാൻ കണ്ടതാ. ഞാൻ ആരും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. എല്ലാരും പൊക്കിക്കൊണ്ടുവന്നു. ശിവ, ഞാൻ എന്റെ വീട്ടിലെ സാധനങ്ങൾ കളയാനായിട്ട് പുറത്തേക്ക് പോവുമായിരുന്നു. അപ്പോഴാ ഈ ലഡ്ഡു സിംഗ് എന്നെ പിടിച്ചോണ്ട് ഈ വന്നത്. പോലീസുകാർക്ക് ശരിക്കും ജോലി ചെയ്യാൻ അറിയില്ല. ഞങ്ങളെയൊക്കെ പിടിച്ചോണ്ട് വന്നിരിക്കാം. ശിവ, നിനക്കൊരു കാര്യം അറിയണോ? ഞാൻ കുറച്ച് ചവർ എടുത്ത് പുറത്തേക്ക് കളയാൻ പോയതാ. അപ്പോഴാണ് ഇയാൾ വന്ന് എന്നെ പിടിച്ചോണ്ട് വന്നത്. നിങ്ങൾ ക്ഷമിക്കണം, എല്ലാവരും വീട്ടിലേക്ക് പൊക്കോളൂ. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സമയം വെറുതെ പാഴായി. നന്ദിയുണ്ട് ശിവ, കൃത്യസമയത്ത് തന്നെ നീ എന്നെ രക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ അവരെല്ലാരും ചേർന്ന് എന്നെ ഇവിടെ നിർത്തി പൊറിപ്പിച്ചേനെ. സമാധാനം. ലഡു സിംഗ് സർ, ഈ വേദനഗരത്തിൽ എന്തായാലും ഒരു പേപ്പറിന്റെ ഗുഡോൺ കാണും. പേപ്പർ കച്ചവടക്കാരൊക്കെ പേപ്പറൊക്കെ വാങ്ങിച്ച് അവിടെ ആയിരിക്കും സൂക്ഷിക്കുക. അങ്ങനത്തെ ഗുഡോൺ ഉണ്ടോന്ന് അന്വേഷിക്കൂ. നിങ്ങൾ വേഗം ഒന്ന് പറഞ്ഞേ, ഈ നഗരത്തിൽ ഉടമസ്ഥനില്ലാതെ പൂട്ടിക്കിടക്കുന്ന ഗോഡൌൺ ഉണ്ടോ? അതും പഴയ പേപ്പറുകൾ വാങ്ങി നിറച്ച ഗോഡൌൺ. സാറേ, അങ്ങനത്തെ ഒരു ഗോഡൌൺ അവിടെയുണ്ട്. അതിന്റെ ഉടമസ്ഥൻ കുറെ നാളായിട്ട് അങ്ങോട്ടൊന്നും വരാറേ ഇല്ല. എന്നാൽ ഈയിടെയായിട്ട് കുറെ പേര് അങ്ങോട്ട് പോക്കും വരവും ഒക്കെ ഉണ്ട്. ഈ ഗോഡൌൺ നഗരത്തിന് കുറെ അകലെയായി ഒരു പഴയ ഫാക്ടറിയുടെ അടുത്താ. ലഡു സിംഗ് സർ, നമുക്കൊന്ന് ഗുഡൻ വരെ പോവാം. ഈ ഷറാഫത്ത് സിംഗിന്റെ നല്ല സ്വഭാവം ആർക്കും പിടിക്കത്തില്ല. ഇനി അങ്ങനെ പെരുമാറിയിട്ട് ഒരു കാര്യമില്ല. ഇനി എത്രയും പെട്ടെന്ന് എന്റെ പണികളൊക്കെ തീർക്കണം. നിങ്ങൾ ചെന്ന് ആദ്യം ആ ശിവയെ എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുവരണം. ബാക്കി ജോലിയൊക്കെ പിന്നെ. എന്നെ പിടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല, കാരണം ഞാൻ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. ഇതാണ് നമ്മൾ പറഞ്ഞ കുട്ടി. ആ കുട്ടിയെ ചെന്ന് വേഗം പിടിക്ക്. എന്നെ കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആരെങ്കിലും ഈ കലവൊന്ന് എടുത്തു മാറ്റുമോ? മുതലാളി ഇതിന് ആവശ്യമില്ല, ഇതിനകത്തൊക്കെ കയറിപ്പോയത്. എങ്ങനെയുണ്ട് മോനെ ദിനേശ, എന്റെ തല്ല് എങ്ങനെയുണ്ട്? എന്റെ കയ്യ്. അല്ല,
ഒരുത്തനെ കൊണ്ടും ഈ കുട്ടിയെ പിടിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ വന്ന് പിടിക്കൂ അങ്കിൾ. ഏ പേടറാം, നീ ഇത് എവിടെയാ? ഞാൻ അടുത്തന്നെ ഉണ്ട് സാർ. ഞാൻ തുറന്നപ്പോ ഇല്ലായിരുന്നല്ലോ. നിങ്ങളിതിപ്പോ എവിടുന്നാ വന്നത്? അകത്ത് ഭൂതമുണ്ട്. അത് ഞങ്ങളെ പിടിച്ച് അതിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയി. ആ ഭൂതം പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വരാൻ. പ്ലീസ് ദയവേത് എന്റെ കൂടെ വരൂ അങ്കിൾ. പ്ലീസ്. ഭൂതം ഓടിക്കോ, ഓടിക്കോ. എനിക്കിവിടെ നിൽക്കണ്ട, ഓടിക്കോ. അങ്ങനെ ഓടല്ലേ അങ്കിൾ, വരൂ നമുക്ക് പോകാം, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. വരൂ. ലഡു സിംഗ് സർ, എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്യൂ. ഈ വേദാനഗരം മുഴുവൻ എന്റെ കയ്യിലാവുന്ന സ്വപ്നങ്ങൾ ഒരു ചെറുക്കൻ വന്ന് തകർത്തല്ലോ. താങ്ക് യു ശിവ. പേടറാം, നീ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോ. ഞാൻ ചെന്ന് ടിവിയില് എന്റെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് വരാം.